Hi my dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് തിയറി ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. We already studied about the topic heterogeneous catalysis. What do you mean by heterogeneous catalysis? The reactants and the catalysts are in different phase. അല്ലേ? അപ്പോൾ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസിലാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഇനി എന്താണ് അതിൻ്റെ തിയറി എന്നാണ് നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് കേസിൽ നമുക്ക് നോക്കാം, ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസ് കാണാം. ആ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ എന്തൊക്കെയുണ്ട്? സർഫസ് ഉണ്ട്. ഇതാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. കാറ്റലിസ്റ്റിൻ്റെ സർഫസ് കാണിച്ചിട്ടുണ്ട്. ഇത് A+B ഈസ് ദ റിയാക്റ്റിംഗ് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ എയും ബിയും എന്ന് പറയുന്നത് റിയാക്റ്റിംഗ് മോളിക്യൂൾസ് ആണ്. കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ എന്ത് വേണം? ഫ്രീ വാലൻസീസ്, അതായത് വാക്കൻസി വേണം, എങ്കിലാണ് ആ റിയാക്റ്റിംഗ് മോളിക്യൂൾസിനെ അവിടെ വന്ന് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് നടക്കും? അഡ്സോർപ്ഷൻ ഓഫ് ദ റിയാക്റ്റിംഗ് മോളിക്യൂൾസ്, അതായത് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ വന്നിട്ട് റിയാക്റ്റിംഗ് മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യും. ദാറ്റ് ഈസ് അഡ്സോർപ്ഷൻ. ഓക്കെ, അഡ്സോർപ്ഷൻ ഓഫ് ദ റിയാക്റ്റിംഗ് മോളിക്യൂൾസ്. സെക്കൻഡ് സ്റ്റെപ്പിൽ അഡ്സോർപ്ഷൻ ഓഫ് ദ റിയാക്റ്റിംഗ് മോളിക്യൂൾസ് തന്നെയാണ്, അതായത് എയും ബിയും തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡീസോർപ്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് മോളിക്യൂൾസ്. ഡീസോർപ്ഷൻ മീൻസ് റിമൂവൽ ഓഫ് ദ പ്രൊഡക്ട്സ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് പ്രൊഡക്ട്സിനെ റിമൂവ് ചെയ്തിട്ട് A-B എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ ഡിസോർപ്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് മോളിക്യൂൾസ്. അപ്പോൾ ഇവിടെ സെക്കൻഡ്, അതായത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് സെക്കൻഡ് സ്റ്റെപ്പാണെങ്കിൽ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് എന്താണ്? ഇൻ്റർമീഡിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും സെൻട്രലായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഏതൊക്കെയാണ് അഡ്സോർപ്ഷൻ തിയറിയുടെ, ഹെട്രോജീനിയസ് കറ്റാലിസിസിൻ്റെ തിയറിയുടെ സ്റ്റെപ്സ് എന്ന് നോക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹെട്രോജീനിയസ് കറ്റാലിസിസ് ആണ്. അപ്പോൾ അതിൽ അക്കോർഡിംഗ് ടു ദിസ് തിയറി ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ടേക്സ് പ്ലേസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. നമുക്കറിയാം ഇവിടെ അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്? സർഫസിൽ മാത്രമാണ് റിയാക്ഷൻസ് നടക്കുന്നുള്ളൂ. അപ്പോൾ ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ എന്തൊക്കെ റിയാക്ഷൻസ് നടക്കും എന്നാണ് നമ്മൾ തിയറി ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസിലൂടെ പഠിക്കുന്നത്. മെക്കാനിസം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, റൈറ്റ് ദ മെക്കാനിസം ഓഫ് ദ തിയറി ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസ്. അതിന് നമ്മൾ എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത് ഈ 5 സ്റ്റെപ്സ് ആണ് എഴുതേണ്ടത്. 5 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ 5 സ്റ്റെപ്സ് നമ്മൾ എഴുതണം. ഈ 5 സ്റ്റെപ്പാണ് എഴുതേണ്ടത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിഫ്യൂഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ടു ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തുടങ്ങിയത് തന്നെ തിയറി വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു പിക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. ഇത് ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് എഴുതണം. ഇത് നോട്ടിൽ എഴുതിയെടുക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ, ഡിഫ്യൂഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ടു ദ സർഫസ് ഓഫ് ദി കാറ്റലിസ്റ്റ്. എന്താണ്? അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലോട്ട് റിയാക്റ്റൻ മോളിക്യൂൾസിനെ ഡിഫ്യൂസ് ചെയ്യുക, ദാറ്റ് മീൻസ് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് വൺ, അഡ്സോർപ്ഷൻ ഓഫ് ദ റിയാക്റ്റൻ മോളിക്യൂൾസ് ഓൺ ദ സർഫസ് ഓഫ് ദ കാറ്റലിസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പിൽ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ റിയാക്റ്റൻ മോളിക്യൂൾസ് അഡ്സോർബ് ചെയ്തു, അക്യുമുലേറ്റ് ചെയ്തു. Third one, occurrence of chemical reaction on the catalyst surface through formation of an intermediate. The reaction taking place on the surface of the catalyst then forms an intermediate. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ ഒരു റിയാക്ഷൻ നടന്നിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് അവിടെ ഫോം ചെയ്തു. ഫോർത്ത് സ്റ്റെപ്പ്, ഡിസോർപ്ഷൻ ഓഫ് റിയാക്ഷൻ പ്രൊഡക്ട്സ് ഫ്രം ദ കാറ്റലിസ്റ്റ് സർഫസ്. ഫോർത്ത് സ്റ്റെപ്പിൽ എന്തുണ്ടാവുന്നു? ആ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ നിന്ന് റിയാക്ഷൻ പ്രൊഡക്റ്റിനെ ഡിസോർബ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഫിഫ്ത്ത് സ്റ്റെപ്പ്, ഡിഫ്യൂഷൻ ഓഫ് റിയാക്ഷൻ പ്രൊഡക്ട്സ് എവേ ഫ്രം ദ കാറ്റലിസ്റ്റ് സർഫസ്. അതായത് കാറ്റലിസ്റ്റും റിയാക്ഷൻ പ്രൊഡക്റ്റും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ 5 സ്റ്റെപ്സാണ് മെക്കാനിസം ഓഫ് ദ തിയറി ഓഫ് ഹെട്രോജീനിയസ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഇത് പഠിക്കണം, 5 സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് സോളിഡ് കാറ്റലിസ്റ്റ്. സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി ആ വേർഡിൽ നിന്ന് തന്നെ പഠിക്കുക. ആക്ടിവിറ്റി മീൻസ് ആക്ടിവേറ്റ് ദ റിയാക്ഷൻ അല്ലേ? ആക്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ദ ആക്ടിവിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് എ കാറ്റലിസ്റ്റ് ടു
ഇൻക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ എബിലിറ്റി, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ്, കാറ്റലിസ്റ്റിൻ്റെ എബിലിറ്റിനെയാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്ട്രെങ്ത് ഓഫ് ദ കെമിസോപ്ഷൻ. കെമിസോപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെമിക്കൽ ബോണ്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ കെമിസോപ്ഷൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും ആക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. Example, hydrogen combines with oxygen to form water in presence of platinum catalyst. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യുന്നു. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? പ്ലാറ്റിനാണ്. ഇൻ ആബ്സെൻസ് ഓഫ് പ്ലാറ്റിനം ദ റിയാക്ഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഏത് കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് വേണം? പ്ലാറ്റിനം എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് വേണം. ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ദ കാറ്റലിസ്റ്റ് പ്ലാറ്റിനം ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അപ്പോൾ പ്ലാറ്റിനം ആബ്സെൻ്റ് ആണെങ്കിൽ എന്തുണ്ടാവുന്നു? ആ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ, സെലക്ടിവിറ്റി. It is the ability of a catalyst to direct a chemical reaction to a particular product. സെലക്ടിവിറ്റി, സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് സെലക്ടിവിറ്റി. ആ വേർഡിൽ തന്നെയുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക, കാണാതെ പഠിക്കരുത്, മനസ്സിലാക്കുക. സെലക്ടിവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് ഫോം ചെയ്യേണ്ടത് എന്ന് കാറ്റലിസ്റ്റിന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ കാറ്റലിസ്റ്റ്. അപ്പോൾ ഇവിടെ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന റിയാക്റ്റൻസ് എല്ലാം സെയിം ആണെങ്കിലും അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഏത് കാറ്റലിസ്റ്റാണെന്നോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് റിയാക്ഷനിൽ നോക്കിയേ, നിക്കൽ എന്ന് പറയുന്ന കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുണ്ടാവുന്നു? മീഥൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഫോം ചെയ്യും. സെക്കൻഡ് റിയാക്ഷനിൽ എന്താ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്? കോപ്പർ ഓർ സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ ക്രോമിയം ഓക്സൈഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് മെത്തനോളാണ്. തേർഡ് വണ്ണിൽ കോപ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് ആയിരിക്കും. അപ്പം ഏത് റിയാക്റ്റൻസ് സെയിം ആണെങ്കിലും ഏത് പ്രൊഡക്റ്റാണ് വേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? കാറ്റലിസ്റ്റാണ്. സോ ഇറ്റ്സ് എ സെക്കൻഡ് ഫീച്ചർ. സോളിഡ് കാറ്റലിസ്റ്റിൻ്റെ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് സെലക്ടിവിറ്റിയാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നതാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റാലിസിസ് ബൈ സിയോലൈറ്റ്. ഷേപ്പ് സെലക്റ്റീവ് അപ്പോൾ എന്താണ് മീൻ ചെയ്യുന്നത്? ദ കാറ്റലിറ്റിക് റിയാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കാറ്റലിറ്റിക് റിയാക്ഷൻ. ഇതാണ് ഇതിൻ്റെ നോട്ട്സിൽ എഴുതേണ്ടതാണ്. ദ കാറ്റലിറ്റിക് റിയാക്ഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോർ സ്ട്രക്ചർ ഓഫ് ദ കാറ്റലിസ്റ്റ് and the size of the reactants and products molecules called shape selective catalysis. അപ്പോൾ ഇത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പോർ സ്ട്രക്ചർ ഓഫ് ദ കാറ്റലിസ്റ്റ്. എന്താണ് പോർ സ്ട്രക്ചർ എന്ന് വെച്ചാൽ? ഇറ്റ്സ് വെരി സ്മോൾ ഹോൾസ്, കുഞ്ഞു ഹോൾസ് ഉള്ളതിനെയാണ് പോർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പോർ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതിൻ്റെ പോർ സ്ട്രക്ചർ? കാറ്റലിസ്റ്റിൻ്റെ പോർ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ദ സൈസ് ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്, റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റ് മോളിക്യൂൾസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സൈസ്, റിയാക്റ്റൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് കാറ്റലിറ്റിക് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. എ ഗുഡ് എക്സാമ്പിൾ ഫോർ ദ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് ഈസ് ദ സിയോലൈറ്റ്. സിയോലൈറ്റ് ആണ് ഗുഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് സ്ട്രക്ചർ ഈസ് ലൈക്ക് ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ. അപ്പോൾ ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചറാണ് ഏതിൻ്റെ എന്ന് പറയുന്നത്? സിയോലൈറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയും. ഇനി എന്താണ് സിയോലൈറ്റ്സ്? സിയോലൈറ്റ്സ് മൈക്രോപോറസ് അലുമിനോസിലിക്കേറ്റ്സ് വിത്ത് 3-dimensional network of silicates. What do you mean by zeolite? എന്താണ് what is a zeolite? It is a microporous aluminosilicates with a 3-dimensional network of silicates. അപ്പോൾ ഇവിടെ അലുമിനോസിലിക്കേറ്റ്സിനെയാണ് നമ്മൾ സിയോലൈറ്റ്സ് എന്ന് പറയുന്നത്. 3-dimensional സ്ട്രക്ചർ ആയിരിക്കും. സിലിക്കേറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3-dimension ആയിരിക്കും. ഓക്കെ. in which some silicon atoms are replaced by aluminum atoms. അപ്പം അലുമിനോസിലിക്കേറ്റ്സ് ആണ് എന്ത്? സിയോലൈറ്റ്. അപ്പോൾ സിലിക്കേറ്റ്സിൻ്റെ നെറ്റ്വർക്ക് 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ ആണ്. അപ്പോൾ കുറച്ച് സിലിക്കേറ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ അലുമിനിയം. സോ ഇറ്റ് ഈസ് നോൺ ആസ് അലുമിനോസിലിക്കേറ്റ്സ്. ഇനി
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇതിൽ പഠിക്കുക. വാട്ട് യു മീൻ ബൈ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് പഠിക്കുക. സെക്കൻഡ് വൺ എക്സാമ്പിൾ ഏതാ സിയോലൈറ്റ്. It's a structure. The structure of zeolite is a honeycomb-like structure ആണ്. ഇനി what is zeolite ചോദിച്ചാൽ എഴുതാൻ കിട്ടണം. It is a microporous aluminosilicate with 3-dimensional network of silicates. അല്ലേ? In which some silicate molecules or some silicon atoms are replaced by aluminium. ഓക്കെ, അലുമിനിയം ആറ്റംസ്. അപ്പോൾ സിലിക്കൺ ആറ്റംസിനെ അലുമിനിയം ആറ്റംസ് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? അലുമിനോ സിലിക്കേറ്റ്സ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് സിയോലൈറ്റ്. ഇനി വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് യൂസേജ് എന്ന് പറയുന്നതാണ് ZSCM5 എന്ന് പറയുന്നത്. എന്താണ് ZSCM5? ZSCM5 an important zeolite catalyst. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ സിയോലൈറ്റ് കാറ്റലിസ്റ്റ്. ദാറ്റ് ഈസ് ZSCM5. എന്താണ് ഇതിൻ്റെ യൂസേജ്? ഇറ്റ് കൺവേർട്സ് ദ ആൽക്കഹോൾസ് ഡയറക്ട്ലി ഇൻ ടു ഗ്യാസോലിൻ ഓർ പെട്രോൾ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇത് ആൽക്കഹോളിനെ ഗ്യാസോലിനായിട്ട് അല്ലെങ്കിൽ പെട്രോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, the catalyst which used to convert alcohols into gasoline. ഏതാണ്? ZSCM5. അപ്പം മറന്നു പോകരുത്, ZSCM5 ആണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസിൻ്റെ നോട്ടിൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ. അത് മാർക്ക് ചെയ്ത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ആ സ്ട്രക്ചർ വേണമെങ്കിൽ എന്ന് വരച്ച് വെച്ചോ. അലുമിനിയോ സിലിക്കേറ്റ്സ് ALOSI ഫ്രെയിം വർക്കാണ് അവിടെ വരുന്നത്. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല. ഇത്ര കാര്യങ്ങളെ ഇതിൽ ചോദിക്കാറുള്ളൂ. എന്താണ് ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്, എക്സാമ്പിൾ സിയോലൈറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്, വാട്ട് ഈസ് സിയോലൈറ്റ്, എക്സാമ്പിൾ ഫോർ ദ സിയോലൈറ്റ് കാറ്റലിസ്റ്റ് ദാറ്റ് ഈസ് ZSCM5 എന്ന് പറഞ്ഞു. ഇനി ആൽക്കഹോളിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്യാസോലിനോ പെട്രോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ZSCM5 എന്ന് പറയുന്ന സിയോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ.